Step 4. Notches and notch wear. Notches and notch wear. Sill level of notch should be kept at upstream bed level 10 meter. Notch in the sill level എവിടെയായിരിക്കണം? Sill level of notch should be kept at upstream bed level, that is 10 meter. Then top level of notch should be at full supply level. Top level എവിടെയായിരിക്കണം? Full supply level 11.5 meter. Sill level upstream bed level ആയിരിക്കണം 10 meter. And top level should be at full supply level, that is 11.5 meter. ഇനി നമുക്ക് width of notch pier നോക്കാം. Width of notch pier പറയുന്നത് എന്താണെന്ന് വെച്ചാൽ width should be half of full supply depth at upstream. Half into full supply depth at upstream. Upstreamiലുള്ള full supply depthന്റെ half ആയിരിക്കണം notch pierന്റെ width. അത് എത്ര വരും? Half into 1.5 which is 0.75 meter. അതിനെ റൗണ്ട് ചെയ്ത് 0.85 meter എടുക്കും. സോ നമ്മൾ വിട്ട് കൊടുക്കാൻ പോകുന്നത് 0.85 meter. അപ്പോൾ ഫിഗർ നോക്കാം. .4 meter, ഫുൾ വരുന്നു 0.7 meter. .85 meter, 0.15 meter, മൊത്തം വരും 1 meter. സോ ഇങ്ങനെയായിരിക്കും വരിക. നോച്ചിന്റെ സിൽ ലെവൽ എന്ന് പറയുന്നത് അപ്സ്ട്രീം ബെഡ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ദാറ്റ് ഇസ് 10 meter. നോച്ചിന്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഫുൾ സപ്ലൈ ലെവൽ ആയിരിക്കണം, ദാറ്റ് ഇസ് 11.5 meter, രണ്ടും അപ്സ്ട്രീമിലെ. ദെൻ നോച്ച് പിയറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്സ്ട്രീമിലുള്ള ഫുൾ സപ്ലൈ ഡെപ്തിന്റെ ഹാഫ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഹാഫ് ഇൻറ്റു 1.5 0.75 എന്നിട്ട് നമ്മൾ 0.85 ആണ് കൊടുക്കുന്നത്. ദിസ് ഇസ് സ്റ്റെപ്പ് 4, നോച്ചസ് ആൻഡ് നോച്ച് വിയർ. Now step 5. Design of protection work. Design of protection work. A, B, C, D, E. ഇതാണ് പ്രൊട്ടക്ഷൻ വർക്ക്. ഇതിൽ നമ്മൾ ഓരോ കമ്പോണന്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് അബട്ട്മെന്റ് BC ചെയ്യാം. First let us do abutment BC. അബട്ട്മെന്റ് BCയുടെ ഡിസൈൻ ചെയ്യാം. അബട്ട്മെന്റ് BCയിൽ എന്തൊക്കെ ഡിസൈൻ ചെയ്യാനാണ് നോക്കാം. ആദ്യം ലെങ്ത്. Length will be equal to width of drop wall at foundation. Length of abutment is equal to width of drop wall at foundation. Foundation level drop wall width എത്രയാണ്?
2.6 meter. So അത്രയുമായിരിക്കും length of abutment. Then top width 0.5 meter. Top width 0.5 meter. ഇനി top level നമ്മൾ 0.5 മീറ്ററിന് ടോപ്പ് വിഡ്ത്ത് കൊടുക്കുന്നു. ഇനി ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിലുള്ള ബാങ്കിന്റെ ടോപ്പ് ലെവൽ ആയിരിക്കും. ടോപ്പ് ലെവൽ ഓഫ് ബാങ്ക് അറ്റ് അപ്സ്ട്രീം അത് എത്രയാ? 12.5 meter. 12.5 meter. Now, the wall will have a front batter of 1 in 8. Abutment BC, wall will have front batter. നമ്മൾ ഫ്രണ്ട് ബാറ്റർ കൊടുക്കും 1 in 8. ഫ്രണ്ട് ബാറ്റർ പ്രൊവൈഡ് ചെയ്യണം 1 in 8. Then top of foundation എവിടെയായിരിക്കണം? ടോപ്പ് ഓഫ് ഫൗണ്ടേഷൻ 7.6 meter. ടോപ്പ് ഓഫ് ഫൗണ്ടേഷൻ 7.6 മീറ്ററിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ദെൻ അങ്ങനെയെങ്കിൽ ഇവിടെ ടോപ്പ് ലെവല് 12.5ഉം ടോപ്പ് ഓഫ് ഫൗണ്ടേഷൻ 7.6 മീറ്ററും. അങ്ങനെയെങ്കിൽ ഹൈറ്റ് എത്ര വരും? അബട്ട്മെന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12.5 minus 7.6, that is 4.9 meter. Height of abutment. ഇനി ഫൗണ്ടേഷന്റെ തിക്നെസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് 1 meter. 1 meter thickness for foundation. ഫൗണ്ടേഷന് 1 meter thickness പ്രൊവൈഡ് ചെയ്യണം. ഇനി base width of foundation. Base width of foundation calculate ചെയ്യുന്നത് 0.4 into height of abutment. 0.4 into height of abutment. എത്ര വരും? 0.4 into 4.9. 1.96 കിട്ടും. നമ്മൾ 2 കൊടുക്കും. 1.96 meter. We are providing 2 meter. അപ്പൊ പ്രൊട്ടക്ഷൻ വർക്കിൽ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് അബട്ട്മെന്റിന്റെ ആണ്. ഡിസൈൻ ഓഫ് പ്രൊട്ടക്ഷൻ വർക്കിൽ ഫസ്റ്റ് ചെയ്യുന്നത് അബട്ട്മെന്റ്. സെക്ഷൻ 1.1 എന്ന് പറയുന്നത് BC, that is the abutment. അബട്ട്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് will be equal to width of drop wall at foundation. ഫൗണ്ടേഷനിൽ വരുന്ന ഡ്രോപ്പ് വാളിന്റെ വിഡ്ത്ത് എത്രയാണോ അത്രയായിരിക്കും ലെങ്ത് ഓഫ് അബട്ട്മെന്റ്, which is equal to 2.6 meter. ഇനി ടോപ്പ് വിഡ്ത്ത് ഓഫ് അബട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 0.5 meter. അബട്ട്മെന്റിന്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് അപ്സ്ട്രീമിന്റെ ബാങ്കിന്റെ ടോപ്പ് ലെവലിലായിരിക്കണം. that is 12.5 meter. then ഈ അബട്ട്മെന്റ് വാളിന് ഫ്രണ്ട് ബാറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് 1 in 8. then ഫൗണ്ടേഷന്റെ ടോപ്പ് എന്ന് പറയുന്നത് 7.6 മീറ്ററിലായിരിക്കും. ഫൗണ്ടേഷന്റെ ടോപ്പിന്റെ ലെവൽ വരുന്നത് 7.6 മീറ്റർ. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് അബട്ട്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അബട്ട്മെന്റിന്റെ ടോപ്പ് ലെവലും ഫൗണ്ടേഷന്റെ ടോപ്പും കൂടെ ഉള്ള ലെവൽ ഡിഫറൻസ് എടുക്കുമ്പോൾ ഹൈറ്റ് കിട്ടും. that is 12.5 minus 7.6, 4.9 meter. ഫൗണ്ടേഷൻ അബട്ട്മെന്റിന്റെ ഫൗണ്ടേഷന് കൊടുക്കുന്ന തിക്നെസ് 1 meter. then ഫൗണ്ടേഷന്റെ ബേസ് വിഡ്ത്ത് 0.4 ടൈംസ് ഹൈറ്റ് ഓഫ് അബട്ട്മെന്റ് എന്നാണ് ഫോർമുല. ഫൗണ്ടേഷന്റെ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.4 ടൈംസ് ഹൈറ്റ് ഓഫ് അബട്ട്മെന്റ് ആയിരിക്കണം. that is 0.4 into 4.9, 1.96 മീറ്ററിന് കിട്ടും. നമ്മളത് 2 മീറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ അബട്ട്മെന്റിന് ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്യാനുള്ളത്. സെക്ഷൻ 1.1 അബട്ട്മെന്റ് ആയിരുന്നു. അബട്ട്മെന്റ് നമ്മൾ ചെയ്തു.
കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് അപ്സ്ട്രീം വിങ് വാൾ എ ബി. അപ്സ്ട്രീം വിങ് വാൾ എ ബി. അപ്സ്ട്രീം വിങ് വാൾ എ ബി. ഇവിടെ അതിന്റെ ടോപ്പ് ലെവൽ, ടോപ്പ് ഓഫ് വിങ് വാൾ ഷുഡ് ബി അറ്റ് ടോപ്പ് ഓഫ് ബാങ്ക് അറ്റ് അപ്സ്ട്രീം. ടോപ്പ് ഓഫ് വിങ് വാൾ പറയുന്നത് ടോപ്പ് ഓഫ് അപ്സ്ട്രീം ബാങ്ക് ആയിരിക്കണം. എത്രയാണ് ലെവൽ? 12.5 മീറ്റർ. ടോപ്പ് ഓഫ് ബാങ്ക് അറ്റ് അപ്സ്ട്രീമിൽ തന്നെ ആയിരിക്കണം വിങ് വാളിന്റെ ടോപ്പ്. ഇവിടെ ടോപ്പ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നു 0.5 meter. Then wing wall is provided a slope of 1:1. പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ് 1:1. പിന്നെ ഒരു കാര്യം പറയുന്നത് ഫൗണ്ടേഷൻ നീഡ് നോട്ട് ബി ഡീപ്പ് ആസ് ദാറ്റ് ഓഫ് അബട്ട്മെന്റ്. ഫൗണ്ടേഷൻ നോട്ട് ഡീപ്പ് ആസ് ദാറ്റ് ഓഫ് അബട്ട്മെന്റ്. അബട്ട്മെന്റിന്റെ അത്രയും ഡീപ്പ് ഫൗണ്ടേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷേ വിങ് വാളിന് 1:1 സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇനി ഹൈറ്റ് 4 മീറ്റർ. വി ആർ പ്രൊവൈഡിങ് എ ഹൈറ്റ് 4 മീറ്റർ. ബോട്ടം ഓഫ് വിങ് വാൾ എവിടെയായിരിക്കും? ഹൈറ്റ് 4 മീറ്റർ ആണെങ്കിൽ ബോട്ടം ഓഫ് വിങ് വാൾ എവിടെ വരും? 12.5 minus 4, that is 8.5 meter. 12.5 വിങ് വാളിന്റെ ടോപ്പ് വരുന്ന ലെവൽ. ഹൈറ്റ് നമ്മൾ 4 മീറ്റർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ബോട്ടം ഏത് ലെവലിലായിരിക്കും? 12.5 minus 4, 8.5 മീറ്റർ. ഇനി ഫൗണ്ടേഷൻ 0.6 മീറ്റർ ഫൗണ്ടേഷൻ തിക്നെസ് 0.6 മീറ്റർ ഉള്ള ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 0.6 meter thick foundation concrete. അബട്ട്മെന്റിന് എത്രയായിരുന്നു കൊടുത്തേ? 1 മീറ്റർ തിക്നെസ് ഫൗണ്ടേഷൻ കൊടുത്തെങ്കിൽ ഇവിടെ അത്രയും തിക്നെസിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 0.6 മീറ്റർ കൊടുക്കുന്നു. ഇനി ഇവിടെ ഫ്രണ്ട് ബാറ്റർ പ്രൊവൈഡ് ചെയ്യണം 1:8. ഫ്രണ്ട് ബാറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു 1:8. ബേസ് വിഡ്ത്ത് എത്രയായിരിക്കും? 0.4 times height. Base width will be equal to 0.4 into 4, that is 1.6 meter. അപ്പോൾ അപ്സ്ട്രീം വിങ് വാളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? അപ്സ്ട്രീം വിങ് വാളിൽ എന്തെല്ലാം ചെയ്തു? ടോപ്പ് ലെവൽ കണ്ടുപിടിച്ചു. അതായത് അപ്സ്ട്രീം ബാങ്കിന്റെ ടോപ്പ് തന്നെയാണ് എത്ര വരുന്നു? 12.5 മീറ്റർ. ഇവിടെ ടോപ്പ് വിഡ്ത്ത് 0.5 മീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു. സ്ലോപ്പ് 1:1 കൊടുക്കുന്നു. പിന്നെ പറയുന്നത് അബട്ട്മെന്റിന്റെ അത്രയും തിക്നെസ് ഫൗണ്ടേഷന് വേണ്ട. അപ്പൊ നമ്മൾ ഫൗണ്ടേഷന് 0.6 മീറ്റർ തിക്നെസ് ആണ് ഫൗണ്ടേഷൻ കോൺക്രീറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അബട്ട്മെന്റിന്റെ അത്രയും തിക്നെസ് വേണ്ട. അബട്ട്മെന്റിന് 1 മീറ്റർ ആയിരുന്നു, ഇവിടെ അത്രയും വേണ്ടാത്തതുകൊണ്ട് ഒരു 0.6 മീറ്റർ കൊടുക്കും. നൗ ഹൈറ്റ് 4 മീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈറ്റ് 4 മീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ വിങ് വാളിന്റെ ബോട്ടം ഏത് ലെവലിലായിരിക്കും? ടോപ്പിന്റെ ലെവൽ മൈനസ് ഹൈറ്റ്, ദാറ്റ് is 12.5 minus 4, 8.5 meter. Then we are providing front batter 1:8 and base width will be equal to 0.4 times height, that is 0.4 into 4, 1.6 meter. 0.4 into 4, 1.6 meter. Next is downstream sloping wall CD. Downstream sloping wall CD. അവിടെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ബാങ്ക്. അവിടെ ടോപ്പ് ലെവൽ 12.5 മീറ്റർ, ദാറ്റ് ഈസ് ടോപ്പ് ഓഫ് ബാങ്ക്. ഇവിടെ ടോപ്പ് വിഡ്ത്ത് 0.5 meter. Top of foundation 7.6 meter. Top of foundation at
7.6 meter. അപ്പോൾ ഹൈറ്റ് എത്ര വരും? ഹൈറ്റ് എന്ന് പറയുന്നത് 12.5 മൈനസ് 7.6 എഗെയിൻ 4.9 മീറ്റർ തന്നെ കിട്ടും. ആദ്യം ചെയ്ത പോലെ അപ്പാർട്ട്മെന്റിന്റെ പോലെ തന്നെ സെയിം ഹൈറ്റ് വരും. ഇവിടെ ടോപ്പ് ലെവല് 12.5 മീറ്ററിൽ കൊടുക്കുന്നു, ടോപ്പ് എടുത്ത് 0.5 മീറ്റർ കൊടുക്കുന്നു, ഫൗണ്ടേഷന്റെ ടോപ്പ് 7.6 മീറ്റർ ലെവലിൽ കൊടുക്കുന്നു. അപ്പൊ ഹൈറ്റ് എത്ര വരും? 12.5 മൈനസ് 7.6 4.9. ഇനി അപ്സ്ട്രീം ബാറ്റർ 1 in 8 കൊടുക്കും, കൂടാതെ ഫ്രണ്ട് ബാറ്റർ 1 in 18 കൊടുക്കും. ഫ്രണ്ട് ബാറ്റർ കൊടുക്കുന്നു 1 in 18. അപ്സ്ട്രീം ബാറ്റർ 1 in 8 ഫ്രണ്ട് ബാറ്റർ 1 in 18 കൊടുക്കും. ഇനി ബേസ് വിഡ്ത്ത് എത്രയായിരിക്കും? 0.4 ടൈംസ് ഹൈറ്റ്. ബേസ് വിഡ്ത്ത് will be equal to 0.4 times height. ഹൈറ്റ് എത്രയാ? 4.9. 1.96 നമ്മൾ റൗണ്ട് ചെയ്ത് 2 മീറ്റർ കൊടുക്കും. ആക്ച്വൽ വാല്യൂ എഴുതിയിട്ട് റൗണ്ട് ചെയ്ത വാല്യൂ എഴുതാവും. സോ 1.96 കിട്ടും, 2 മീറ്റർ കൊടുക്കും. ഇവിടെ ഫൗണ്ടേഷന്റെ തിക്നെസ് 0.6 മീറ്റർ. ഫൗണ്ടേഷൻ കോൺക്രീറ്റ് 0.6 meter thick. Foundation concrete 0.6 meter thick. Then top level at D. Point D ile top level എന്ന് പറയുന്നത് downstream ബാങ്കിന്റെ top level. ഡൗൺസ്ട്രീം ബാങ്കിന്റെ ടോപ്പ് ലെവൽ അത് എത്രയാണ്? 10.5 മീറ്റർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഡൗൺസ്ട്രീം സ്ലോപ്പിംഗ് വാളിലുള്ളത്. എന്തൊക്കെയാ? ഇവിടെ നമ്മൾ എല്ലാത്തിലും ഒരേ പാരാമീറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഡൗൺസ്ട്രീം സ്ലോപ്പിംഗ് വാൾ CD. അപ്പോൾ ടോപ്പ് ലെവല് അപ്സ്ട്രീം ബാങ്കിന്റെ ടോപ്പ് ലെവലിൽ തന്നെ 12.5 മീറ്റർ. 0.5 മീറ്റർ ടോപ്പ് വിഡ്ത്ത് കൊടുക്കുന്നു. ഫൗണ്ടേഷന്റെ ടോപ്പ് 7.6 മീറ്ററിലായിരിക്കും. അപ്പൊ ഹൈറ്റ് എത്ര വരും? ടോപ്പ് ലെവൽ മൈനസ് ഫൗണ്ടേഷന്റെ ടോപ്പ് 12.5 മൈനസ് 7.6 ദാറ്റ് ഈസ് 4.9 മീറ്റർ. ബേസ് വിഡ്ത്ത് 0.4 ടൈംസ് ഹൈറ്റ്. 0.4 into 4.9 1.96 എന്ന് കിട്ടും. റൗണ്ട് ചെയ്ത് 2 മീറ്റർ പ്രൊവൈഡ് ചെയ്യും. ഫൗണ്ടേഷൻ കോൺക്രീറ്റ് 0.6 മീറ്റർ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്നു. Then upstream batter കൊടുക്കുന്നത് 1 in 8 ഫ്രണ്ട് ബാറ്റർ 1 in 18 കൊടുക്കും. ഇനി ഇത് സ്ലോപ്പിംഗ് ഡൗൺസ്ട്രീം സ്ലോപ്പിംഗ് വാൾ CD ആണ്. അപ്പൊ D പോയിന്റിന്റെ ടോപ്പ് ലെവൽ എവിടെയാണെന്ന് നോക്കണം. D പോയിന്റിന്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഡൗൺസ്ട്രീം ബാങ്കിന്റെ ടോപ്പ് ലെവൽ ആയിരിക്കും. പോയിന്റ് ഡിയുടെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഡൗൺസ്ട്രീം ബാങ്കിന്റെ ടോപ്പ് ലെവൽ ദാറ്റ് ഈസ് 10.5 മീറ്റർ. 10.5 meter. Downstream protection il oru part kuda undu that is return wall DE. Return wall DE. Return wall DE il veendum top level nu parayunnathu downstream bank inde top level. Top level will be top level of downstream bank that is 10.5 meter. Then ഇവിടെ front batter 1 in 8 front batter 1 in 8 കൊടുക്കുന്നു. top width 0.5 meter പ്രൊവൈഡ് ചെയ്യും. ഫൗണ്ടേഷന്റെ ടോപ്പ് 7.6 മീറ്റർ. ഫൗണ്ടേഷന്റെ ടോപ്പ് 7.6 മീറ്ററിൽ കൊടുക്കുന്നു. അപ്പൊ ഹൈറ്റ് എത്ര വരും? ടോപ്പ് ലെവൽ മൈനസ് ഫൗണ്ടേഷന്റെ ടോപ്പ് ദാറ്റ് ഈസ് 10.5 മൈനസ് 7.6 2.9 മീറ്റർ എന്ന് വരും. ഹൈറ്റ് 2.9 ആണെങ്കിൽ ബേസ് വിഡ്ത്ത് എത്ര വരും?
0.4 times height. Base width will be 0.4 times height. 1.16 meter എന്നിട്ട് റൗണ്ട് ചെയ്ത് 1.2 meter പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഉള്ളത് thickness of foundation. Thickness of foundation 0.6 meter. Foundation thickness 0.6 meter. So return wall നമ്മൾ എല്ലാം ഒരേ പാരാമീറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. വാല്യൂസിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഓരോന്നിന്റെ ലെവൽ കറക്റ്റ് ആയിട്ട് എടുക്കാം. ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം ബാങ്കിന്റെ ടോപ്പ് ലെവൽ ആയിരുന്നു. എന്തായാലും DE ആണ് റിട്ടേൺ വോൾ. പോയിന്റ് D യുടെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം ബാങ്കിന്റെ ടോപ്പ് ലെവലാണ്. അപ്പോൾ DE എന്നുള്ള റിട്ടേൺ വോളിന്റെ ടോപ്പ് ലെവലും ഡൗൺ സ്ട്രീം ബാങ്കിന്റെ ടോപ്പ് ലെവൽ 10.5 മീറ്റർ. ഇതിന് കൊടുക്കുന്ന ഫ്രണ്ട് ബാറ്റർ 1/8, ടോപ്പ് വിഡ്ത്ത് 0.5 മീറ്റർ പ്രൊവൈഡ് ചെയ്യും. ഫൗണ്ടേഷന്റെ ടോപ്പ് 7.6 മീറ്ററിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മൈനസ് ടോപ്പ് ഓഫ് ഫൗണ്ടേഷൻ, അതായത് 10.5 മൈനസ് 7.6 2.9 മീറ്റർ. ബേസ് വിഡ്ത്ത് 0.4 ടൈംസ് ഹൈറ്റ്, ദാറ്റ് is 0.4 into 2.9 1.16 മീറ്ററിന് കിട്ടും. We will provide 1.2 meter. And thickness of foundation is 0.6 meter. Thickness of foundation 0.6 meter. Now we are moving on to step 6. Step 6 is length of revetment and brick pitching. Last step ആണ് length of revetment and brick pitching. Length of revetment and brick pitching. So length of upstream revetment എന്ന് പറയുന്നത് 3 times full supply depth. Length of upstream revetment 3 times full supply depth. That is 3 into 1.5 4.5 meter. Minimum value 3 meter ആണ്. അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 മീറ്റർ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 4.5 മീറ്റർ. അപ്പൊ അപ്സ്ട്രീമില് റിവെറ്റ്മെന്റ് ലെങ്ത് 4.5 മീറ്റർ കൊടുക്കും. Now length of downstream revetment. Downstream revetment in the length 4 times full supply depth plus drop. 4 into full supply depth plus drop. അപ്പോൾ അത് എത്ര വരും? 4 into 1.5 plus 2 8 മീറ്റർ എന്ന് കിട്ടും. പക്ഷെ അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. നമ്മൾ അത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊവൈഡ് 6 മീറ്റർ മിനിമം വാല്യൂ എങ്കിലും പ്രൊവൈഡ് 8 മീറ്റർ കൊടുക്കുന്നതിന് പകരം ഡൗൺ സ്ട്രീം റിവെറ്റ്മെന്റ് 6 മീറ്റർ കൊടുക്കും. പ്രൊവൈഡ് മിനിമം ലെങ്ത് 6 മീറ്റർ. അപ്പോൾ റിവെറ്റ്മെന്റിന്റെ കേസിൽ അപ്സ്ട്രീം റിവെറ്റ്മെന്റിന്റെ ലെങ്ത് വരുന്നത് 3 ടൈംസ് ഫുൾ സപ്ലൈ ഡെപ്തും ഡൗൺസ്ട്രീം റിവെറ്റ്മെന്റിന്റെ ലെങ്ത് 4 ടൈംസ് ഫുൾ സപ്ലൈ ഡെപ്ത് പ്ലസ് ഡ്രോപ്പ് ആണ്. അപ്സ്ട്രീമില് മിനിമം 3 മീറ്റർ വരണം. കാൽക്കുലേറ്റഡ് 4.5, നമ്മൾ 4.5 തന്നെ കൊടുക്കുന്നു. ഡൗൺസ്ട്രീമില് കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പം 8 മീറ്റർ കിട്ടി. പക്ഷെ മിനിമം 6 മതി. നമ്മൾ മിനിമമേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബെഡ് പിച്ചിങ്. ലെങ്ത് at upstream. അപ്സ്ട്രീമിലെ ബെഡ് പിച്ചിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു അപ്സ്ട്രീം റിവെറ്റ്മെന്റ് ലെങ്ത്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 4.5 2.25 മീറ്റർ. പ്രൊവൈഡ് 2 മീറ്റർ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്
2 meter. Calculated 2.25 ആണെങ്കിലും we are providing 2 meter. Now, bed pitching in the length at downstream എന്ന് പറയുമ്പോൾ half into downstream length ആയിരിക്കും. അവിടെ എടുക്കുന്ന ലെങ്ത് നമ്മൾ 8 എടുത്ത് വേണം ചെയ്യാൻ. That is half into 8, 4 meter. നമ്മൾ 4 meter തന്നെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. Provide 4 meter. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൗൺ സ്ട്രീമിന്റെ റിവേർട്ട്മെന്റ് ലെങ്ത് 8 എന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടി. നമ്മൾ മിനിമം 6 പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ബെഡ് പിച്ചിങ് എടുക്കുമ്പോൾ റിവേർട്ട്മെന്റ് ലെങ്തിന്റെ ഹാഫ് ആയിരിക്കണം ഓരോ ഭാഗത്ത് വരുന്ന ബെഡ് പിച്ചിങ്ങിന്റെ ലെങ്ത്. അപ്സ്ട്രീമില് 4.5 റിവേർട്ട്മെന്റിന് കൊടുത്തു, അതിന്റെ ഹാഫ് അപ്പൊ നമ്മൾ എടുക്കും. എത്ര വരും? ഹാഫ് എടുക്കുമ്പോൾ എത്ര വരും? 2.25 വരും. അത്രയായിരിക്കും ലെങ്ത് ഓഫ് ബ്രിക്ക് പിച്ചിങ് അറ്റ് അപ്സ്ട്രീം. പക്ഷെ ഡൗൺ സ്ട്രീമില് നമ്മൾ കാൽക്കുലേറ്റഡ് റിവേർട്ട്മെന്റ് ലെങ്തിന്റെ ഹാഫ് എടുത്ത് വേണം ചെയ്യാൻ. കാൽക്കുലേറ്റഡ് റിവേർട്ട്മെന്റ് ലെങ്ത് 8 ആയിരുന്നു, അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ 4. അപ്പോൾ 4 മീറ്റർ നമ്മൾ ഡൗൺ സ്ട്രീമിൽ കൊടുക്കും. ഇനി ലെവൽ ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ സോളിഡ് ഏപ്പർ ആൻഡ് ഡൗൺ സ്ട്രീം കനാൽ. ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ solid apron and downstream canal. ഈ downstream canalum solid apron തമ്മിലുള്ള level difference ഉണ്ട്. It is made by general river slope of 1/5. Made by slope 1/5 സ്ലോപ്പിലാണ് ലെവൽ ഡിഫറൻസ് കൊടുക്കുന്നത്. ആ ലെവൽ ഡിഫറൻസ് ഉണ്ടല്ലോ, സോളിഡ് ഏപ്രനും ഡൗൺ സ്ട്രീം കനാലും തമ്മിലുള്ള ലെവൽ ഡിഫറൻസിന് ഒരു സ്ലോപ്പ് കൊടുത്തായിരിക്കും സ്ലോപ്പ് കൊടുക്കും അവിടെ. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/5 ലേഡ് ഇൻ കണ്ടിന്യൂവേഷൻ വിത്ത് സോളിഡ് ഏപ്രൺ. 1/5 ലേഡ് ഇൻ കണ്ടിന്യൂവേഷൻ വിത്ത് സോളിഡ് ഏപ്രൺ. അപ്പോൾ സോളിഡ് ഏപ്രനും ഡൗൺ സ്ട്രീം കനാലും തമ്മിലുള്ള ലെവൽ ഡിഫറൻസിന് നമ്മളൊരു സ്ലോപ്പ് കൊടുക്കും. ആ ലെവൽ ഡിഫറൻസിന് ഒരു സ്ലോപ്പ് കൊടുക്കും. വിത്ത് ആ ലെവൽ ഡിഫറൻസിന് നമ്മളൊരു റിവർ സ്ലോപ്പ് ഓഫ് 1/5 കൊടുത്താണ് ലേ ചെയ്യുന്നത്. 1/5 സ്ലോപ്പ് കൊടുത്തിട്ട് അതിനെ സോളിഡ് ഏപ്രനുമായിട്ട് കണ്ടിന്യൂവേഷനിൽ ലേ ചെയ്യും. സോ ബെഡ് പിച്ചിങ്ങിനകത്ത് ലെങ്ത് ഓഫ് അപ്സ്ട്രീം ബെഡ് പിച്ചിങ് ഉണ്ട്, ഡൗൺ സ്ട്രീം ബെഡ് പിച്ചിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് എന്താണ്? സോളിഡ് ഏപ്രനും ഡൗൺ സ്ട്രീം കനാലും തമ്മിലുള്ള ലെവൽ ഡിഫറൻസിനെ ഒരു 1/5 സ്ലോപ്പും ഉണ്ട്. സോളിഡ് ഏപ്രനുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ലേ ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഫോർ ഡിസൈൻ ഓഫ് ട്രപ്പിസോയിഡൽ നോച്ച് ഹോൾ ഓർ കനാൽ ഡ്രോപ്പ്.